ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, പിന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. 3-4 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായി പോയിട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ വർഷത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കാണിക്കാനില്ലല്ലോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് നോമ്പിൻ്റെ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഇതാ കഴുകി ഞാൻ മണ്ണിലൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്താണ്ട് കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അടുപ്പ് കത്തിച്ചിട്ടും അതേപോലെ തന്നെ കുറേ ദിവസത്തേക്കാണ്. അധികം നമ്മളിപ്പോൾ ഗ്യാസുമ്മ തന്നെയാണ് കുക്ക് ചെയ്യലില്ലേ. അപ്പോൾ ഇന്നത്തെ കുക്കിങ് അടുപ്പത്താണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വിറകൊക്കെ കത്തിക്കുന്നുണ്ട്, അടുപ്പൊക്കെ കത്തിക്കുന്നുണ്ട്. വെണ്ണീറൊക്കെ കോരിയിട്ട് അടുപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുക അപ്പോൾ എന്തായാലും നല്ല സുഖമാണ് വേനലായതുകൊണ്ട്. അങ്ങനെ അടുപ്പൊക്കെ അതാ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി അടുപ്പത്ത് വെക്കാം. പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ 2-3-4 ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, 3 കിലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നല്ലോ. ആ വീഡിയോക്ക് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അതിൽ നല്ല നല്ല കമൻസും കാര്യങ്ങളും അതും വന്നിട്ടുണ്ടായിന്. പെരുന്നാൾക്ക് ബിരിയാണി ഉണ്ടാക്കാനിപ്പോൾ ഈ അളവുകളൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ടേ 3 കിലോയ്ക്കുള്ള അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അത് വളരെ ഉപകാരമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവല്ല, ചെറുതായിട്ട് ഇങ്ങനെ വേറൊരു കമൻറ്റും ഉണ്ടായിന്. നിങ്ങൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കലൊക്കെ നിർത്തിയിട്ട് ഈ കുക്കിങ്ങൊക്കെ നിർത്തിയിട്ട് വേറെ വല്ലതും വ്ളോഗായിട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. വേറെ എന്ത് വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്? ഞാനങ്ങനെ ഫേസൊക്കെ കാണിച്ച് അങ്ങനെ ഇറങ്ങലില്ലല്ലോ. പിന്നെ അതേപോലെ എനിക്ക് കുക്കിംഗ് ചെയ്യണത് തന്നെയാണ് ഇഷ്ടം. പിന്നെ നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയതും അതൊക്കെ വീഡിയോ ഒക്കെ ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് മടിയാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കുക്ക് ചെയ്യണതും അതൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കൽ കേട്ടോ. അപ്പോൾ ഇനി ബോറായിട്ട് തോന്നുകയാണെങ്കിൽ തോന്നണ പോലെ കാണണ്ടല്ലോ. അതിപ്പോൾ എന്താ ഞാൻ പറയണത്. ഇൻഷാ അല്ലാഹ് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരുത്തും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടതിന് അങ്ങനെ പൊടിയൊക്കെ ഇട്ട് പിന്നെ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു മാവ് കുഴച്ചെടുക്കണത്. ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ഷീറ്റിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പിന്നെ ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് എന്നിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ കൈ പൊള്ളൂല്ല, പെട്ടെന്ന് കുഴ ആയിക്കിട്ടും ചെയ്യും കേട്ടോ. കാരണം നല്ല ചൂടല്ലേ നമ്മളെ പൊടി. അപ്പോൾ അടുപ്പത്തു നിന്നാണ് വാങ്ങിയിട്ട് ഈ ഷീറ്റിക്കാണ് ഇട്ട് കൊടുത്തേക്കാണ്. ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ട്രിക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ട്രിക്കാണ്. പത്തിരിക്ക് എപ്പോഴും പൊടി കുഴക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കുഴക്കുകയാണെങ്കിൽ ആ ഒരു പത്തിരി നല്ല നൈസായിട്ടുള്ള നല്ല അടിപൊളി പത്തിരി വെക്കാനോ. അപ്പോൾ ഇപ്പോൾ ഏതായാലും പത്തിരി ഉണ്ടാക്കൽ ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ലാസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കണത്. ഇനി ഇതുപോലെ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൊണ്ടിട്ടോ. കൈയൊന്നും പൊള്ളാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പത്തിരിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ചെയ്യണത്. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് പിന്നെ ഞാനത് തുറന്നിട്ടേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് നമ്മൾ വെള്ളം നനച്ചുകൊണ്ടൊന്ന് കുഴച്ചെടുക്കുമല്ലോ. അപ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്നും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ പിന്നെ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മക്കളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ കിച്ചണിൽ. ഓരോരുത്തരും ഓരോരോ ജോലിയിലാണ്. മഞ്ജുമോള് കറിക്കുള്ള തേങ്ങ ചിരകണുണ്ട്. പിന്നെ ചിഞ്ചുമോള് ആണെന്ന് സ്നാക്സ് ഉണ്ടാക്കണത്. അപ്പം ഞങ്ങൾ കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിഞ്ചുമോൾ ഇപ്രാവശ്യം നോമ്പിന് കട്ട്ലേറ്റ് തിന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിനി കേട്ടോ. പക്ഷെ അന്നോള് ഇവിടെ അല്ല, അന്നോള് ഹോസ്റ്റലിലേനി. അപ്പം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വെച്ച് തരുന്നുണ്ട്. അങ്ങനെ കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സവാളയൊക്കെ ഓള് വഴറ്റിയെടുക്കുന്നുണ്ട്. അതേപോലെ കിഴങ്ങൊക്കെ പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് സൗദിയിലൊക്കെ പെരുന്നാളാണ്. നമ്മൾ വാവുക്കാക്കൂനും ഓൽക്കൊക്കെ പെരുന്നാളാണ്. ഇപ്പം ഉമ്മയും ആങ്ങളെയും കുട്ടികളും ഓരൊക്കെ പെരുന്നാൾ കഴിച്ചതിനൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിന് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട്. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് നാളെ എന്തായാലും നമുക്ക് പെരുന്നാളേക്കാരം. സൗദിയിൽ പെരുന്നാളായാൽ പിന്നെ പിറ്റേന്ന് എന്തായാലും നമുക്ക് പെരുന്നാളാവലുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ അതും വേണം ചെയ്യുക. അപ്പം നമ്മൾ പെരുന്നാൾ കഴിച്ചാൽ തറവാട്ടിക്കാണ് കേട്ടോ പോവുക. ഇവിടെ അല്ല പെരുന്നാൾ. അപ്പോൾ നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള അരിയൊക്കെ അളന്ന് വെക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ വേഗം പത്തിരിപ്പണിയൊക്കെ എടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യാൻ.
അപ്പോൾ പത്തിരിയൊക്കെ അതാ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. പത്തിരിക്ക് പൊടി നല്ലോണം കുഴച്ചെടുത്താലേ എളുപ്പമുണ്ട് പിന്നെ പരത്തിയെടുക്കാനും കേട്ടോ, അല്ലെങ്കിൽ പരത്തിയിലാണ് നീങ്ങി കിട്ടൂല. അങ്ങനെ ഞാൻ പത്തിരി പരത്തുന്നുണ്ട്. ചിഞ്ചുമോൾ ഇതാ കിഴങ്ങൊക്കെ ഉടച്ചെടുക്കുന്നുണ്ട്, കട്ട്ലേറ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ചിഞ്ചുമോളായാലും മഞ്ജുമോളായാലൊക്കെ ഒരുവിധം കുക്കിങ്ങൊക്കെ പഠിച്ചിട്ടോ. ഇനിയിപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല. ഞാനിപ്പോൾ ഇനി എങ്ങോട്ടേലൊക്കെ പോവുകയാണെങ്കിലും ചോറുണ്ടാക്കി വെച്ചാൽ മതി, കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഓരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ മക്കളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനൊക്കെ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ പ്രോത്സാഹിപ്പിക്കണം, നല്ലതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതേപോലെ കുക്കിങ്ങിനൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ ഫോണൊക്കെ എടുത്താണ്ട് എവിടെയെങ്കിലും ഫോണിൽ തോണ്ടിയിരിക്കേ കാര്യം. അപ്പോൾ അതിലേറെ എത്രയോ നല്ലതാണ് ഇങ്ങനെ നമ്മളെ കൂടെ അതേപോലെ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സഹായമാണ്. അതേപോലെ തന്നെ ഓർക്കും കുക്കിങ്ങൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നമ്മളും കൂടെ ഉണ്ടാകുമ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കും ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ ഓർക്കും വേണ്ടതൊക്കെ പഠിക്കല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ മക്കൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുക്കിങ്ങിനൊക്കെ ഒപ്പം വരലുണ്ട്, അതേപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടലുണ്ട്. അപ്പോൾ എൻ്റെ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞിട്ടോ. പത്തിരി മഞ്ജുമോൾ പ്രസ്സിലിട്ടാണ് ഇങ്ങനെ അമർത്തി തന്നിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ വേഗം അത് പരത്തിയെടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ അപ്പം തന്നെ ക്ലീനാക്കി ചെയ്ത് ഇനി പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയും വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരടുപ്പത്ത് നേരത്തെ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചിട്ട് കറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കറി ഒന്ന് തൂമിച്ചെടുക്കണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇന്ന് ജ്യൂസൊന്നുമില്ല, നമുക്ക് ലൈം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പത്തിരി ഇതാ നല്ലോണം പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചിഞ്ചുമോളെ സ്നാക്സ് ഉണ്ടാക്കലും ഇതാ കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലല്ല കേട്ടോ ഒന്ന് പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാമല്ലോ. ടേസ്റ്റ് കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതേപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ മുട്ടൻ്റെ ബാറ്ററിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം റിസ്ക് പൊടി കടയിൽ നിന്ന് വാങ്ങിക്കലേനി കേട്ടോ. ഇപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ളത് ബ്രെഡ് ഉണ്ടാവും ഫ്രിഡ്ജിൽ. അപ്പോൾ ബ്രെഡ് എടുത്തിട്ട് ഒരു 3-4 ബ്രെഡ് എടുത്തിട്ട് അങ്ങനെ പൊടിച്ചെടുക്കും. എനിക്കിപ്പോൾ ഇതാണ് കേട്ടോ ഇഷ്ടം, ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കുന്നതാണ് ഇഷ്ടം. റിസ്ക് പൊടിനെക്കാട്ടിലും ടേസ്റ്റ് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ കറി വെന്തിക്കണോ നോക്കിയപ്പോൾ കറിയൊക്കെ വെന്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചത് അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഈ തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് അധികം ഞാൻ ഈ ഒരു കറി തന്നെയാണ് പത്തിരിക്ക് ഉണ്ടാക്കൽ. പത്തിരിക്കാണെങ്കിലും നൂൽപുട്ടുക്കാണെങ്കിലും ഒക്കെ കേട്ടോ. പിന്നെ ഇന്ന് ചോറൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഇനിയിപ്പോൾ നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തറവാട്ടിക്ക് പോകട്ടോ. ഞാൻ പറഞ്ഞല്ലോ പെരുന്നാൾ അവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ അവിടെ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒക്കെ കൊടുത്താണ്ട് പോകുന്നതേനി. ബീഫൊക്കെ വേവിക്കാനൊക്കെ പിന്നെ അമ്മ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതാ കറിയൊക്കെ ഞാൻ തൂമിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പത്തിരിയും റെഡിയായി, കറിയും റെഡിയായി. പിന്നെ അതേപോലെ സ്നാക്സിന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചേക്കും ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എത്ര പെട്ടെന്നാണല്ലേ നോമ്പ് വന്നതും പോയതും ഒക്കെ. 29 നോമ്പാണ് പ്രാവശ്യം കിട്ടിയത്. എന്നാലും എത്ര പെട്ടെന്നാണ് നോമ്പ് വന്നതും പോയതൊക്കെ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമ്മൾ ആരൊക്കെ ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റൂലല്ലേ. അതുകൊണ്ടാണ് അധികം ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയത് കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചത് ഉണ്ടായിന്. നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. പിന്നെ ഈ മാസം വീഡിയോസ് വളരെ കുറവാണ് കേട്ടോ. നമുക്ക് അധികം നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നതല്ലേ. അപ്പോൾ അധികം വീഡിയോസൊന്നും ഇപ്പോൾ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുക്കണമല്ലോ. അത് ഇൻഷാ അല്ലാഹ് അടുത്ത മാസമാണ് കേട്ടോ ഇനി നമ്മൾ പിന്നെ ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുക്കുന്നത്. ഇപ്രാവശ്യം വീഡിയോസ് കുറവായതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ആക്കാം. ഏപ്രിൽ ലാസ്റ്റായിട്ട് നമുക്ക് ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പത്തിരി ചുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്കിന്ന് നോമ്പ് തുറക്കാൻ കേട്ടോ. പത്തിരിയും ചിക്കൻ കറിയും അതേപോലെ ലൈം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ ചിഞ്ചുമോൾ ഉണ്ടാക്കിയൊരു സ്നാക്സും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരി കണ്ടോ, നല്ല നൈസ് പത്തിരിയാണ് കേട്ടോ. പിന്നെ ഈ രാവിലെ ചായക്ക് കടി വേണമെങ്കിൽ രാവിലെ എടുക്കുകയും ചെയ്യുക. നാളെ എന്തായാലും നോമ്പുണ്ടാവില്ലല്ലോ, പെരുന്നാളല്ലേ. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ പത്തിരിയൊക്കെ അതാ കാസറോളിലാക്കിയിട്ടുണ്ട്. ചൂടാറിയിട്ട് വേണം കേട്ടോ ആക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വിയർപ്പുകൊണ്ട് പത്തിരി ഇങ്ങനെ നനഞ്ഞ് നിൽക്കും. പിന്നെ ഒക്കെ ടേബിൾ മേലൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ സാധാരണ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ
ഫ്രൂട്ട്സും എന്തെങ്കിലും പിന്നെ ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ സ്നാക്സും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കൽ. നിസ്കാരമൊക്കെ കഴിഞ്ഞാക്കും പോലെയാണ് കഴിക്കൽ. അപ്പം ഇന്ന് നമുക്ക് നോമ്പ് തുറന്നിട്ട് അങ്ങോട്ട് തറവാട്ടിക്ക് പോകും വേണമല്ലോ, പിന്നെ അധികം വിഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് അപ്പം തന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ലാസ്റ്റത്തെ നോമ്പ് തുറ നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞ്. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം തന്നെ. അതിനും ചിഞ്ചുമോളും ഉണ്ടല്ലോ അവിടെ. അങ്ങനെ പത്തിരിയും ചായയൊക്കെ കുടിച്ചു. പിന്നെ നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള അരിയൊക്കെ അളന്ന് വെക്കാണ്ടേനും പിന്നെ അതൊക്കെ അളന്ന് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മാസം കണ്ടു എന്ന് പറഞ്ഞ് നാളെ പെരുന്നാളാണെന്ന് പറഞ്ഞാൽ പിന്നെ അരിയൊക്കെ കൊടുത്തിട്ട് വേണ്ടേ നമുക്ക് അങ്ങോട്ട് തറവാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേന്. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പെരുന്നാൾ വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.